2024 കടന്നുപോയി. 2024 അത്ര സ്മൂത്ത് ഗോയിങ്സ് ആയിരുന്നില്ല. ജീവിതത്തിൽ പലതരത്തിലുള്ള സങ്കടങ്ങളുണ്ടായി, ദുഃഖങ്ങളുണ്ടായി, ഉയർച്ച താഴ്ചകളുണ്ടായി. കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും തന്നെ വന്നില്ല. ആകസ്മികമായിട്ട് കുറേ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ചില ആളുകൾ മരണപ്പെട്ടു, ചില ആളുകൾ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു, നമ്മൾ ഉപേക്ഷിച്ച് പോയി. അങ്ങനെ പല സംഭവങ്ങളുണ്ടായി. ഫിനാൻഷ്യലായിട്ട് വളരെയധികം ബ്ലോക്കേജ് വന്നു. അതേപോലെ തന്നെ നല്ലൊരു കരിയറിൽ എത്തപ്പെടാൻ കഴിഞ്ഞില്ല. 12 മാസം കൊണ്ട് യാതൊന്നും സംഭവിച്ചില്ല. നിരാശയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2025 ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് സന്തോഷപൂർവ്വം 2025 വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പല സ്ഥലത്തും യാത്രകൾ ചെയ്തു, പല സ്ഥലത്തും സഞ്ചരിച്ചു. അപ്പോഴെല്ലാം 2025 വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളും മുതിർന്നവരും വളരെയധികം സന്തോഷിച്ച് അവർ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടത്. ചില ആളുകൾ ഡയറിയിൽ എഴുതി വയ്ക്കുകയാണ് 2025 അവർക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും നേടിയെടുക്കേണ്ട കാര്യങ്ങളും അവർ ഡയറിയിൽ എഴുതി വയ്ക്കുകയാണ്. 12 മാസം കൊണ്ട് ഓരോ മാസം അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും മനസ്സിൽ അതുപോലെ തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് സന്തോഷങ്ങൾ നിറച്ചുകൊണ്ട് 2025 നല്ല രീതിയിൽ നമുക്ക് വെൽക്കം ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ല ഒരു പുതുവത്സര ആശംസകൾ ഞാൻ നേരുകയാണ്. എൻ്റെ ഫോളോവേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും.